നമ്മുടെ സെഷൻ നടക്കാൻ പോകുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഐപ്പൽസ് എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഒരു പക്ഷേ നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്കിതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാവും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ടോ മാം? ഓക്കെയാണ് മാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹെൽത്തിന് എത്രത്തോളം നമ്മുടെ ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചാൽ, കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബോധവാന്മാരൊന്നും ആയിരുന്നില്ല. പക്ഷേ ആഫ്റ്റർ കൊറോണ നമുക്കറിയാം, ഒരു സോപ്പ് വാങ്ങുമ്പോൾ പോലും, എന്തിന് ഒരു ഡിഷ് വാഷ് വാങ്ങുമ്പോൾ പോലും, പാത്രം കഴുകുന്ന സോപ്പാണെങ്കിലും ലിക്വിഡ് ആണെങ്കിൽ പോലും നമ്മുടെ ഹെൽത്തിനെ നമുക്കൊന്ന് മുൻഗണന നമ്മൾ കൊടുക്കാറുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇത്രയും ഹോസ്പിറ്റലുകൾ പെരുകുന്നുണ്ട്, ഡോക്ടർമാർ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ രോഗങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഇപ്പോൾ പുതിയൊരു ഇത് വന്നു, എന്താണ്, ഒരു വില്ലൻ ചുമ അല്ലേ? ഒരു ചുമ എല്ലാവരെയും ആക്രമിക്കുന്നു. 3 ആഴ്ച കൊണ്ട് നമ്മുടെ ശബ്ദം പോലും പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിർത്താത്ത ചുമയും തൊണ്ടവേദനയും തൊണ്ടയിൽ കിരി പറയുന്ന, നമുക്ക് അറിഞ്ഞതും നമ്മൾ അറിയാത്തതുമായ വൈറസ്, ബാക്ടീരിയ, ഇവയുടെയൊക്കെ നമ്മുടെ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മനുഷ്യന്മാരിൽ തന്നെയുള്ള ഒരു പ്രവണത എന്താന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെയും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്ന തിരക്കിലാണ്. നമ്മുടെ വീട്ടിലെ ഗൃഹനാഥന്മാരെ എടുത്ത് നോക്കിയാലും, അല്ലെങ്കിൽ വീട്ടിലെ സമ്പാദ്യം കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാവരും ജോലിയുടെയും പണം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ആളുകൾക്ക് ഇന്ന് പണം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ അവിടെ പലപ്പോഴും നമ്മുടെ ഹെൽത്തിനെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നതാണ് സത്യം. രാവിലെ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ പോകുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കാതെ പുലർച്ചെ എണീറ്റ് പോകും, പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വരും, എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം വീട്ടിൽ കഴിക്കുന്ന ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ ഗൃഹനാഥന്മാരാണ്, അല്ലെങ്കിൽ വീട്ടിലെ ജോലി തിരക്കുകൾക്കിടയിൽ വേണ്ടത്ര പ്രോപ്പർ ഭക്ഷണം കഴിക്കാത്ത, എന്നും വീട്ടിലെ ബാക്കി ഭക്ഷണം മാത്രം കഴിക്കുന്നത്, കളയണ്ടേ, അത് കഴിക്കണ്ടേ എന്ന് കഴിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്തിൽ ഒരു വലിയ കോംപ്രമൈസ് ആണ് എന്ന സത്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇമ്മ്യൂണിറ്റി, മുമ്പുണ്ടായിരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ അടുത്ത ഒരു 5 വർഷത്തേക്ക് നമുക്ക് അതും ഇനി ഉള്ള ആരോഗ്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള വാസ്തവം നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ വെൽത്തിൽ, അല്ലെങ്കിൽ ഒരു സമ്പാദ്യം ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഹെൽത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പിന്നീട് നമ്മൾ തിരിച്ചെത്തുന്നത് വലിയൊരു ഡയാലിസിസിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ക്യാൻസർ എന്ന മഹാവിപത്തിലേക്കോ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പുറത്തു നിന്നുള്ള അമിതമായ ഭക്ഷണങ്ങൾ, ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ശരീരത്തിനെ ബാധിക്കും എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. രണ്ടാമത് വരുന്ന മരണം ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ മൂലമാണ്. പിന്നെ ഷുഗർ, ഡയബറ്റീസ് വരുന്നു, ഡയാലിസിസിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ആരോഗ്യ മേഖല ഇത്രയും വളർന്നിട്ടും ആളുകൾ വീണ്ടും രോഗാതുരതർ ആവുന്നത് എന്നതിനെ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യന്റെ ഒരു വളർച്ചാ ഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ, ഒരു 12 വയസ്സ് വരെ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ ആ കുട്ടിയിൽ ഉണ്ടാവും എന്നതാണ്. പക്ഷെ വളരുന്നതിനനുസരിച്ച്, ജീവിതശൈലികൾ മാറുന്നതിനനുസരിച്ച് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യില്ലേ? നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളെ എടുത്തു നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റേജ് എടുത്തു നോക്കിയാൽ, നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ നമുക്ക് തന്നെ ഇത് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, അവിടെ ബാഹ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു അപ്രോച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം സ്മോക്കിംഗ് സ്റ്റൈൽ വരുന്നവരുണ്ടെങ്കിൽ, ഡയബറ്റീസ് വരുന്നവരുണ്ട്, മറ്റു രോഗങ്ങൾ ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്നത് കാണാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കൺട്രോളിൽ ഉള്ള ഒരു കാര്യത്തെ നമുക്ക് ഒന്ന് ഹെൽത്തി ആയിട്ട് നിർത്താൻ പറ്റുക? ഇപ്പൊ ബാഹ്യമായ കൊറോണ പോലെയുള്ള അവസ്ഥകളെ നമുക്ക് വരുന്നതിനെ പ്രതിരോധിക്കാനേ നമുക്കാവും. അത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ ബാധിക്കാതിരിക്കാൻ നമുക്ക് എന്ത് കഴിയില്ല? ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ സ്വന്തത്തിൽ
കുടുംബത്തിൻ്റെയും നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെയും നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കൺട്രോളിൽ ആരോഗ്യത്തോടെ നിർത്താം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന അവിടെ മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ശ്വസിക്കുന്ന വായു നമുക്ക് അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഒരു ആപ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് കറുത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഉപയോഗശൂന്യമായിട്ടും മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന് ഒരു നശീകരണ സ്വഭാവം നമ്മുടെ ശരീരത്തിലും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇരുമ്പ് കുറച്ചു കാലം നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ തുരുമ്പ് എടുക്കുന്നത്? ഇതൊക്കെ തന്നെയും ഈ ഒരു ഓക്സീകരണത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എന്താണ് ഈ ഓക്സീകരണം മൂലം അല്ലെങ്കിൽ ഈ ഓക്സിഡേഷൻ മൂലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റം? ഇപ്പോൾ ഒരു ആപ്പിളിന്റെ വിഷയത്തിലാണെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ എങ്ങനെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ബാധിക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരു മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ കൊടുത്ത കാരണങ്ങൾ അതിൽ കുറച്ച് മാത്രമാണ്. ഒന്ന്, സ്മോക്കിംഗ്. പലപ്പോഴും പറയും സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് അല്ലേ? സിനിമയിൽ പോലും സ്മോക്കിംഗ് കാണിക്കുമ്പോൾ താഴെ എഴുതി കാണിക്കും സ്മോക്കിംഗ് ഇൻജൂറിയസ് ആണ് എന്നുള്ളത്. എന്നാലും അതിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്ന് തിരിയാൻ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ചെയിൻ സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കേണ്ട ആവശ്യകത ഇനി നമ്മൾ അറിഞ്ഞു വെക്കുക. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. അതുപോലെ തന്നെ ഡയറ്റ്, ഈ പറഞ്ഞ രീതിയിൽ രാവിലത്തെ ഭക്ഷണം ഉച്ചക്ക് കഴിക്കുക, ഉച്ചക്ക് കഴിക്കേണ്ടത് രാത്രി കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക, രാത്രിയിലെ ഭക്ഷണം പറ്റേ നമ്മൾ മറന്നു പോവുക. ഇങ്ങനെ ഒരു 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 ബാഡ് ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന്റെ ഇരയാണ് നമ്മൾ എന്ന വ്യക്തി എന്ന് മനസ്സിലാക്കുക. പിന്നെ മെഡിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്സ്, നമ്മുടെ പല രീതിയിലുള്ള മെഡിക്കേഷൻസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ ക്യാൻസറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് നടത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റു വല്ല ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടക്കുന്ന നമ്മൾ മെഡിസിൻസ് അമിതമായി കഴിക്കുന്ന, വേണ്ടതിനും വേണ്ടാത്തതിനും ഒരു പെൻഡോൾ എടുത്ത് കഴിക്കുക അല്ലെ? എല്ലാത്തിനും നമ്മളൊരു ഒരു ഹെൽത്ത് ഫിസിഷ്യന്റെ ഒരു നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്നുകൾ വാരി വലിച്ച് കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പല്ലുവേദന വരുമ്പോഴേക്ക് നമ്മൾ അത് വാങ്ങി കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന്റെ ഇരയാണ്. ഇനി എയർ ആൻഡ് വാട്ടർ പൊല്യൂട്ടൻസ് നമുക്കറിയാം. നമ്മൾ ശ്വസിക്കുന്ന വായു ആവട്ടെ, ഇപ്പോൾ ഡൽഹി പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് എടുത്ത് നോക്കിയാൽ അവിടെ ശ്വസിക്കുന്ന അല്ലെ വായുവിന് പോലും എന്തുണ്ട്? ഇപ്പോൾ ഇനി നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പൈസ കൊടുക്കുന്ന പോലെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനും ഇനി പൈസ കൊടുക്കേണ്ട കാലം അതിവിദൂരമല്ലാത്ത രീതിയിൽ നമ്മുടെ വായു മലിനീകരണം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡൽഹിയിലാണെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിലും എത്താൻ അധികം താമസമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ വാട്ടർ പൊല്യൂട്ടൻസ്, നമ്മുടെ ഭൂഗർഭ ജലങ്ങൾ പോലും ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്ന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണത്തിലേക്ക് പോവല്ല, നമുക്ക് ഏവർക്കും അറിയുന്ന കാരണങ്ങളാണ്. അത് കിണർ വെള്ളമാവട്ടെ, കുഴൽ കിണർ വെള്ളമാവട്ടെ അല്ലെ? വെള്ളത്തിന്റെ ദൗർബല്യതയും നമുക്ക് കൂടുന്നുണ്ട്. കിട്ടുന്ന വെള്ളം തന്നെ അത് എത്രമാത്രം നമുക്ക് വിശ്വസിച്ച് നമുക്കത് ഉപയോഗിക്കാം എന്നതിന്റെ ചോദ്യവും നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, നമ്മൾ പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം തെറ്റി കഴിക്കുന്നത് ഒരു വിശത്ത്. അതായത് ഇപ്പൊ നമ്മുടെ യൂത്തന്മാരിൽ നമ്മൾ കാണുന്ന എന്താ? രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ ഇവർ ഫുഡ് ഓർഡർ ചെയ്യുക, അവർ കമ്പൈൻ ആയിട്ട് ഇരുന്ന് ജോളി അടിച്ച് ഭക്ഷണം കഴിക്കുക. ഒന്ന് ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നതിൽ, രണ്ട് സമയം തെറ്റി കഴിക്കുന്നത്. ഇതൊക്കെ തന്നെയും നമ്മുടെ ശരീരത്തിൽ അതൊരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഗുഡ് ന്യൂട്രീഷൻ, നല്ല ഭക്ഷണം കഴിച്ച കാലം മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന പച്ചക്കറി പോലെ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാലം, ഇന്ന് കാലഘട്ടം കഴിഞ്ഞു പോയി. നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ ആൽക്കഹോൾ കൺസംഷൻ, മദ്യം കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെസ്റ്റിസൈഡ്സ്, നമ്മുടെ ഈ വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ചെടിയിലും മറ്റുമൊക്കെ അടിക്കുന്ന, അതുകൊണ്ടാണ് ഓർഗാനിക് ഫുഡിനെ നമ്മൾ ബേസ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പോഷർ ടോക്സിൻസ്, നമുക്ക് മലിനമായ അവസ്ഥയിലേക്ക് നമുക്ക് അത്തരം സാഹചര്യങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാതെ ഇന്നത്തെ കുട്ടികളിൽ ഒരു പക്ഷേ ഒരു 30+ ഏജിൽ അത്തരം ആളുകളിലില്ല. 30 വയസ്സിന് താഴെയുള്ള ആളുകളിൽ ചിലരൊക്കെയും പറയുന്നു
ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എൻ്റെ കുട്ടി കഴിക്കൂല എന്ന് പറയുന്നതിൽ ചിലർ അഭിമാനം കണ്ടെത്തുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ മനസ്സിലാക്കുക, നമ്മൾ ഒരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ടാമിനൻസ്, നമ്മുടെ മാലിന്യത നമ്മുടെ വെള്ളത്തിൽ കലരുന്നത്, ഇതൊക്കെയും ഇനി നമ്മൾ മെലിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിമ്മിൽ പോയി ഒരു എക്സസൈസ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നതും ഇതൊക്കെ തന്നെയും നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കല്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ, കോശങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ഓർഗൻസ്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എന്താണ്, കോശങ്ങൾ കൊണ്ടാണുള്ളത്. നമ്മുടെ കണ്ണാവട്ടെ, നമ്മുടെ ലിവർ ആവട്ടെ, നമ്മുടെ ഓരോ ശരീരത്തിലെ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഓരോ ഓർഗൻസും കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടുമ്പോൾ ഈ കോശങ്ങളിലുള്ളതാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ എപ്പോഴും പെയർ ആയിട്ടാണ് നിൽക്കേണ്ടത്. രണ്ടുപേര് ഒരുമിച്ച് നിൽക്കുന്നതാണ് മനുഷ്യന് എന്തായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ളത്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞ സംഭവം എന്താ, ഇത് ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ സ്ട്രെസ് ഈ പറയുന്ന രീതിയിൽ, ഞാനിപ്പോ നേരത്തെ കുറെ കാരണങ്ങൾ പറഞ്ഞു അല്ലെ, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഫ്രീ റാഡിക്കൽസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം നമ്മൾ സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ബാഡ് ഡയറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടാത്തതാണെങ്കിലും, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ രീതിയിൽ പെയറായിട്ട് ഇണകളായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ ഇലക്ട്രോൺസിനെ അതെന്ത് ചെയ്യും, നമുക്ക് ഒറ്റക്കാക്കി കളയും ഈ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം, നമുക്ക് ആന്റി ഓക്സിഡൻസിന്റെ സപ്ലൈ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ആവശ്യമാണ്. ഇത് പുറമേ നിന്നും നമ്മൾ മരുന്നായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങളെ നമ്മൾ മാറ്റി നിർത്തുകയും അതോടൊപ്പം നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയും ചെയ്യുമ്പോൾ ആന്റി ഓക്സിഡൻസ്, അതായത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ തടയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് വേണ്ടത് എന്താ, എസെൻഷ്യൽ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് പല വർണ്ണങ്ങളിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. എത്രത്തോളം നമുക്ക് ഈ പല വർണ്ണങ്ങളിലുള്ളതിനെ നമുക്ക് ആശ്രയിച്ച് നമുക്ക് ജീവിതത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ എന്റെ വലിയൊരു സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ പേരക്കയിലുണ്ട് അല്ലെ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓറഞ്ചിനകത്തുണ്ട്. ഒന്ന് പച്ചയാണ്, ഒന്ന് ഓറഞ്ചാണ്. കളർ മാറി, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വൈറ്റമിൻ ഈ വരുന്നത് നമ്മുടെ ചീര പോലെയുള്ള ബ്രൊക്കോളി പോലെയുള്ള ലീഫി വെജിറ്റബിൾസിൽ നിന്നും വൈറ്റമിൻ ഇ ധാരാളമായിട്ട് കിട്ടുന്നു. ബീറ്റ കരോട്ടിൻ വരുന്നത് ബീട്രൂട്ട്, കാരറ്റ് പോലെയുള്ള ലൈക്കോപ്പീൻ, ലൂട്ടീൻ, സെലേനിയം, മഗ്നീസ്. അതുപോലെ ഈ മഗ്നീസ് വരുന്നത് കൂടുതലായി ബനാനയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ സിയാങ്സൈത്തൈൻ എന്ന് പറയും അല്ലെ. ഇങ്ങനെയുള്ള പല വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിലേക്ക് പല വർണ്ണങ്ങളിലുള്ള പച്ചക്കറികളിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ആന്റി ഓക്സിഡൻസ് ആയിട്ട് അത് നമ്മുടെ ശരീരത്തിൽ രൂപാന്തരം പ്രാപിക്കുകയും അത് നമ്മുടെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിലേക്ക് ഒരു ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ ഹെൽത്തി ആക്കി നിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ നല്ല കോശങ്ങൾ ഉള്ള ഒരു വ്യക്തികളാകുമ്പോൾ നല്ല ഓർഗൻസ് ആയിരിക്കും. നമ്മുടെ ഹാർട്ടും നമ്മുടെ ലിവറും ഈ പറഞ്ഞ നമ്മുടെ ഓർഗൻസ് ഒക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ, കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഓർഗൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നല്ല മെറ്റബോളിസം നമുക്ക് വരാനും നമ്മുടെ ഗട്ടൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും എല്ലാത്തിനും നമ്മുടെ ഓർഗൻസിന് നമ്മൾ വർക്ക്ഷോപ്പിൽ നമ്മളൊന്ന് ഇമാജിനറി നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെ, നല്ല ആന്റി ഓക്സിഡൻസ് സപ്ലൈ ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ ആഹാരം നമുക്ക് മാറ്റി കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് അതിനെ ഹെൽത്തി ആക്കി മാറ്റി ഓർഗൻസ് നമുക്ക് ഹെൽത്തി ആവുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളതാവുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് തലവേദന അല്ലെ, നമുക്ക് വിട്ടുമാറാത്ത ചുമ, ഈ പറഞ്ഞ രീതിയിലുള്ള, ഒന്ന് നോക്കിക്കേ, നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചക്കുറവ്, നമ്മുടെ ലങ്സിൽ ശരിയായ രീതിയിൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ലങ്സിൽ നീര് കെട്ടുന്ന അവസ്ഥ, നമ്മുടെ ബ്ലഡ് വെസൽസ്, നമ്മുടെ ഈ രക്തം പോകുന്ന നമ്മുടെ കുഴലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥ, സ്കിന്നാണെങ്കിൽ പലതരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവുന്ന അവസ്ഥ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശേഷി നമുക്ക് താറുമാറായി കഴിഞ്ഞാൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകുമ്പോഴേക്ക് എന്താ, അയൽപക്കങ്ങളിൽ എവിടെയെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്ക് അത് നമ്മൾ പിടിച്ചു വാങ്ങുന്ന അവസ്ഥ, പിന്നെ നമ്മുടെ ജോയിന്റ് പെയിൻസ്, നമ്മൾ ഇങ്ങനെ രോഗത്തിൽ നിന്ന് രോഗത്തിലേക്ക് മാറുന്ന സിറ്റുവേഷനിലേക്ക്
അതിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ആന്റി ഓക്സിഡൻസ് വേണം. ഇനി ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്രൊണോളജിക്കൽ ഏജും ഉണ്ട്, ബയോളജിക്കൽ ഏജും ഉണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഈ അടുത്ത് നമുക്ക് തരംഗമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, റൊണാൾഡോയുടെ പ്രായം 40 വയസ്സ്. ഇപ്പൊ അദ്ദേഹം ഈ മാസം 41 വയസ്സ് ആഘോഷിച്ചതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഈ 40 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മെഷർമെന്റ് എടുത്തപ്പോൾ, ഈ ബയോളജിക്കൽ ഏജ് എടുത്തപ്പോൾ, അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഏജ് 28 ആയിരുന്നു. 40 വയസ്സുള്ള അദ്ദേഹത്തിന്റെ കോശങ്ങളുടെ പ്രായം, സിമ്പിൾ ആയിട്ട് പറഞ്ഞ കോശങ്ങളുടെ പ്രായം 28 ആയിരുന്നു. അദ്ദേഹത്തിന്റെ കലണ്ടർ പ്രായം വരുന്നത് എവിടെയാണ്? 40ആണ്. എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നാം ഓരോരുത്തരുടെയും ബയോളജിക്കൽ ഏജ് എടുത്തു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് 20 വയസ്സുകാരെ അറ്റാക്ക് വന്ന് മരിച്ചു അല്ലെ? ഈ ബയോളജിക്കൽ ഏജ് മാറുന്നത് കൊണ്ടാണ്. ഇത് എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് പറഞ്ഞാൽ, ശരിയായ ഒരു ഒരു ജീവിത ശൈലി നമുക്ക് പിൻപറ്റാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു 60കാരനും ഒരു ബയോളജിക്കൽ ഏജ് എവിടെ നിർത്താൻ പറ്റും? നമ്മുടെ കോശങ്ങൾ ആരോഗ്യകരമാണെങ്കിൽ ബയോളജിക്കൽ ഏജ് 30ൽ നിർത്താൻ ഈ 60 വയസ്സുകാരനും പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ബയോളജിക്കൽ ഏജിനെ നമുക്ക് താഴ്ത്തി ഒരു ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? അവിടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അത് നമുക്ക് പോസിബിൾ ആണോ? ഒരു ദിവസം നമ്മുടെ ഫാമിലിക്ക് ഓർഗാനിക് ആയിട്ടുള്ള, നമ്മുടെ ഫാമിലിയിൽ 5 പേരുള്ള ഫാമിലി ഉണ്ടാവാം, 4 പേരുള്ളത് ഉണ്ടാവാം അല്ലെ? അണുകുടുംബങ്ങളും ഉണ്ട്, വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥതയുള്ളവരുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് ഈ ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ, ഓരോ പ്രായക്കാർക്കും അനുസരിച്ച് നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ നമുക്ക് ഇന്ന് സാധ്യമാണോ? സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നാലെ നമുക്ക് കൂടുന്നവർക്ക് സാധ്യമാണ്. പക്ഷെ ഇന്നത്തെ ജീവിത തിരക്കുകൾക്കിടയിൽ നമുക്ക് സാധ്യമല്ല എന്നാണ് ഒരു ചുരുക്കത്തിൽ പറഞ്ഞ. അപ്പൊ എങ്ങനെയാണ് നമുക്കത് സാധ്യമാക്കാന്ന് ചോദിച്ചാൽ, ഒരു സിമ്പിൾ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഇതാണ് ഐപ്പൽസ്. ഐപ്പൽസ് 15ഓളം ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലെൻഡാണ്. ഈ ബ്ലെൻഡ് നമ്മളെ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യാനും നമുക്കൊരു ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഐപ്പൽസിൽ അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ കാണാം 5ഓളം ബെറീസും മറ്റ് സീസണൽ ഫ്രൂട്ടുകളും. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അസൈബറിയാണ്. തുടക്കത്തിൽ കാണാം. നിങ്ങൾ ഈ വീക്ഷിച്ചാൽ മനസ്സിലാവും, പല വർണ്ണങ്ങളിലും പല ആകൃതിയിലുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഫ്രൂട്ട്സിന്റെ കാരണം ഇതിന്റെ ഒരു പഠനം എന്ന് പറയുന്നത്, ഇത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൈകളിലേക്ക് വന്നിട്ടുള്ളതല്ല. ഇതിനൊരുപാട് ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. സയൻസ് ബാക്കപ്പോട് കൂടിയിട്ടാണ് ഒരുപാട് പഠനം നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നമുക്കറിയാം, വ്ലാഡിമിർ ബാഡ്മേവ് പോലെയുള്ള ഐപ്പൾസിന് പിറകെ പ്രവർത്തിച്ച സയന്റിസ്റ്റിന് 4 തവണ തോമസ് ആൽവ എഡിസൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സയൻസ് മേഖലയിലെ ഏറ്റവും ബഹുമോന്നത ഒരു അംഗീകാരമാണ് ഈ തോമസ് ആൽവ എഡിസൺ അവാർഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഐപ്പൾസ് നമ്മുടെ കരകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇതിനെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എങ്ങനെ നമുക്കിത് പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അസൈബറി എടുത്തു നോക്കിയാൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിന് എടുത്ത് പറയാം. അസൈബറി എടുത്തു നോക്കിയാൽ റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്. 14% ഐപ്പൾസിൽ അടങ്ങിയിട്ടുള്ളത് അസൈബറിയാണ്. അതിന് ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്, ട്രേസ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള അസൈബറി, അത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. പൊമിഗ്രാനേറ്റിന് എടുത്ത് നോക്കിയാൽ, നമ്മുടെ മാതളം പറഞ്ഞാൽ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. B5 അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം ഉണ്ട് ആൻഡ് പോളിഫിനോൾസ് ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം, വായിക്കാനും രസകരമാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ അനാർ അല്ലെങ്കിൽ മാതളം കഴിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ടോ? നമുക്ക് സാധിക്കാറുണ്ടോ? കഴിക്കണം എന്നൊക്കെ തോന്നും, നമ്മൾ കഴിക്കണം. ചിലപ്പോൾ നമ്മളൊരു ഡയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എല്ലാ ദിവസവും സ്ട്രോബെറി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇനി ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചു, നമ്മളൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് ഫിനാൻഷ്യലി നമുക്കതിന് സാധിക്കും? അതും ഒരു ചോദ്യമാണ് അല്ലേ ഇന്നത്തെ കാലത്ത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ഫ്രൂട്ടിന്റെ കാര്യം കൂടി നമ്മൾ എടുത്തു നോക്കിയാൽ, അസൈബറി എന്ന് പറയുന്നത് മെയിൻലി കാണുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. ഇതൊന്നും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് അല്ല നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഈ അസൈബറി ചെയ്യുന്ന കാര്യം എന്താ?
ഒരു കംപ്ലീറ്റ് ഹാർട്ട് സപ്പോർട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഹാർട്ടിനെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അത് പ്രവർത്തനം ക്ലിയർ ആക്കി ബാഡ് കൊളസ്ട്രോളിനെ നീക്കം ചെയ്ത് ഗുഡ് കൊളസ്ട്രോളിനെ നിർത്തിക്കൊണ്ട് അതിൻ്റെ ഹൃദയമിടിപ്പുകൾ നമുക്ക് താളത്തിലാക്കിക്കൊണ്ട് ഹാർട്ടിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള പറ്റിയിട്ടുള്ള നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഫ്രൂട്ടാണ്, സൂപ്പർ ഫ്രൂട്ടാണ് അസൈബറി എന്ന് പറയുന്നത്. ആൻറ്റി ഏജിങ് സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഐപ്പൾസ് യൂസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം, അവരെന്നും ബ്രൈറ്റ് ആയിരിക്കും, അവരെന്നും സ്മാർട്ട് ആയിരിക്കും. അത് കഴിക്കുന്ന ആളുകളോട് എക്സ്പീരിയൻസ് ചോദിച്ചാൽ നമുക്കൊന്നും അത് മനസ്സിലാക്കാൻ പറ്റും. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏജിങ് നമുക്ക് കൂടുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ഏജ് തിരിച്ച് നമുക്ക് താഴ്ത്തി കൊണ്ടുവരാൻ ഐപ്പൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഇതിന്റെ ഒറാക് സ്കോർ, ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണാം ഇവിടെ 102,700 അല്ലേ. അതായത് 1046 വത്തക്ക തിന്നുന്നതിന് സമമാണ് ഒരു 100 ഗ്രാം അസൈബറിക്ക് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഹെൽത്ത് കണ്ടന്റ് നമ്മൾ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആണെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഡെസ്ട്രോയ്സ് ക്യാൻസർ സെല്ലിനെ അത് ഡെസ്ട്രോയ് ചെയ്യുന്നു, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഐപ്പൾസ് എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് സാധാരണക്കാർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കമ്പനിയുടെ ഒരു മിഷനാണ്. അതായത് നാസ AS10 എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിങ്ക് അവരുടെ ആസ്ട്രോനോട്ട്സിന് വേണ്ടിയിട്ട്, അതായത് ബഹിരാകാശ യാത്ര പോകുന്ന അവരുടെ ശാസ്ത്രജ്ഞർക്ക് ബഹിരാകാശത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് സ്കിൻ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരൊരു AS10 എന്ന് പറയുന്ന ഡ്രിങ്ക് ഇവർക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ ആരോഗ്യം നിലനിർത്താനും ബഹിരാകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് ലഘൂകരിച്ചു കൊണ്ടുവന്ന് അവരെ ഹെൽത്തിലേക്ക് നിർത്താൻ നാസ കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ കമ്പനി അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ് നമുക്ക് ഐപൾസ് എന്ന പ്രോഡക്റ്റ് നമ്മുടെ സാധാരണക്കാരിലേക്ക് ഇറക്കിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ യൂസ്ഡ് ആസ് ഫുഡ് ഫോർ സെഞ്ചുറീസ് ആസ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആണ്. ഇന്ന് ഫ്രൂട്ട്സുകളിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്, ജേർണൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതൊക്കെ എടുത്തു നോക്കിയാൽ അത് അസൈബറി ബേസ്ഡ് ആണ്. 60ലധികം സയന്റിഫിക് പബ്ലിക്കേഷൻസ് വാലിഡേറ്റഡ് ആയത് ഇന്ന് അസൈബറിയുടെ ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രൂട്ടിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒറാക് സ്കോർ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട്? ഒരു നമുക്ക് WHO പറയുന്നു, ലോകാരോഗ്യ സംഘടന പറയുന്നു, ഒരു വ്യക്തി നേരത്തെ ഞാൻ തുടങ്ങി വെച്ചതുപോലെ 3.5 കിലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതും ഓർഗാനിക് ആയിരിക്കണം. നമ്മൾ ഈ കീടനാശിനികൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയതല്ല. അങ്ങനെയുള്ള ഒരു ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് 5000 ഒറാക്സ് യൂണിറ്റ്സ് നമുക്ക് എന്തെത്തണം? ഈ ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻ കപ്പാസിറ്റി നമുക്ക് എത്തിയാലാണ് നമ്മുടെ ശരീരത്തിനെ രോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനാവുക എന്നതാണ്. ഇത് എത്രത്തോളം നമുക്ക് പോസിബിൾ ആണ്? ഇത് നമ്മളാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് 3.5 കിലോഗ്രാം വേണമെങ്കിൽ രണ്ട് പേരുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് 7 കിലോഗ്രാം ആയി അല്ലേ. 4 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ 14 കിലോഗ്രാം ഒരു ഡയറ്റ് നമുക്ക് ഈ ഓർഗാനിക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമുക്ക് ഒരു ദിവസം നമുക്ക് കൺസ്യൂം ചെയ്യാൻ നമുക്ക് സാധ്യമാണോ? അവിടെയാണ് നമുക്ക് മുമ്പിലുള്ള ഒരു വലിയ പരിഹാരം ഐപൾസ്. 15ഓളം ഫ്രൂട്ട്സിന്റെ ഒരു വ്യത്യസ്ത നിറങ്ങളിലുള്ള, വ്യത്യസ്ത ഗുണങ്ങളിലുള്ള, വ്യത്യസ്ത വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഈ ഐപൾസ് ജസ്റ്റ് ഒരു 60 ml ഒരു വ്യക്തി കൺസ്യൂം ചെയ്യുമ്പോൾ 7000 ഒറാക് യൂണിറ്റ്സ് അവരുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇത് വെറുതെ പറയല്ല കേട്ടോ. ഇത് ശരിയായ പഠനങ്ങൾക്ക് ശേഷം, ക്ലിനിക്കൽ ട്രയൽസിന് ശേഷം ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന കാര്യമില്ല. 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അതാദ്യം ജന്തുക്കളിൽ പരീക്ഷിക്കണം, മനുഷ്യരിൽ പരീക്ഷിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് 4 പരീക്ഷണങ്ങൾ കഴിഞ്ഞ് നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള, അപ്പൊ ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഇന്ത്യ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ലിസ്റ്റ്. ഇന്ത്യയിലെ പ്രീമിയർ ഹോസ്പിറ്റലുകളിലാണ് ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, നമ്മുടെ പ്രോഡക്റ്റ് എന്താ മരുന്നാണോ അല്ലെ? ഹോസ്പിറ്റലുകളിൽ ക്ലിനിക്കൽ ട്രയൽസ് നടത്തണമെങ്കിൽ അത് ഒരു ഇന്ത്യ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് കൺസ്യൂം ചെയ്യാൻ, ഇന്ന് ജനിച്ച കുട്ടിയാണെങ്കിലും മുതിർന്ന 100 വയസ്സുള്ള ഒരു വൃദ്ധനാണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നതാണ് അതിന്റെ പിന്നിലെ ശാസ്ത്രം. അപ്പൊ എന്താണ് നമ്മുടെ സയൻസ് ബിഹൈൻഡ്? എന്താണ്? ബയോ ആക്റ്റീവ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജപ്പാനിലാണ് കമ്പനി ഉള്ളത്. ഇന്ന് 500ലധികം കമ്പനികൾക്ക്, ഫോർച്യൂൺ കമ്പനീസിന്
ആക്റ്റീവ് മോളിക്യൂൾസ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബയോ ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്വന്തം മദർ കമ്പനിയാണ്. ഈ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഒലീവ് ലൈസൻസ് എന്ന് പറയുന്നതും ഇന്ന് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിലൂടെ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക്, ഇത് രണ്ടും നമ്മുടെ മദർ കമ്പനിയാണ്, ഐപ്പൽസ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഇത് ത്രൂ ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വെറും ഒരു 30 ml ഐപ്പൽസ്. അപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവർ ചിന്തിക്കും, ഓ ഇനിയിപ്പോൾ നോമ്പല്ലേ, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മോർണിംഗിലാവട്ടെ ഈവനിങ്ങിലാവട്ടെ, രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു 30 ml രാത്രി ഡിന്നറിന് മുമ്പ് നമ്മൾ കഴിക്കുന്ന ഒരു 30 ml ആണ് നമ്മുടെ ശരീരത്തിൽ അത് വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ വിചാരിക്കും, എന്നോട് ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഐപ്പൽസ് എന്താണ്, മൃതസഞ്ജീവിനിയാണോ എന്ന്. പക്ഷേ അത്തരത്തിലുള്ള വാദങ്ങളല്ല ഇവിടെ ഉള്ളത്. ഞാൻ സയൻസ് പറഞ്ഞു അല്ലേ, നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ ഇത് ശരീരം കൊണ്ട് തന്നെ നമുക്ക് തടുക്കാൻ പറ്റുന്നതാണ് ഐപ്പൽസ്. കാരണം എന്താ, ആന്റി ഓക്സിഡൻസ്, നമുക്ക് ഹൗ ആന്റി ഓക്സിഡൻസ് വർക്ക് ഇൻ അവർ ബോഡി എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ആന്റി ഓക്സിഡൻസ് ഒരു മനുഷ്യനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ ആന്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് ഐപ്പൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് ഏത് രാജ്യത്തേക്കും പോവാൻ ഈ പ്രീമിയം സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അവിടെയെല്ലാം ഈസി അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഐപ്പൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ഹെൽത്ത് സപ്ലിമെന്റ് നമുക്ക് ആവശ്യമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതശൈലി നമുക്ക് മാറ്റാൻ കഴിയാത്ത കാലത്തോളം, നമ്മൾ ഇന്ന് അത്രയും നമ്മൾ ലോക്ക്ഡ് ആയി കഴിഞ്ഞു. നമ്മളൊരു റേഡിയേഷന്റെ ലോകത്താണ്. ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വെള്ളത്തിന്റെ മാലിന്യം നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ വായുവിൽ ഉണ്ടാവുന്ന മാലിന്യം ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? പലതും നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ യു ആർ വാട്ട് യു ഈറ്റ് ആണ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പൊ ആ കഴിക്കുന്നതിൽ എന്ത് കൺട്രോൾ ഉണ്ട്? നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്. ഒന്ന് ഒന്ന് നോക്കിക്കേ, ഇപ്പോൾ വീട്ടിലൊരു ചക്ക ഉണ്ടാവുന്ന ഒരു നാട്ടിൻ പുറത്തുകാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചക്ക കഴിക്കുന്ന ഒരു ദിവസം നമ്മുടെ കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും, അവരുടെ വിയർപ്പില് അവരുടെ മൂത്രത്തിലൊക്കെ ആ ചക്കയുടെ മണം നമുക്ക് ഫീൽ ചെയ്യും. ഇത് തന്നെയാണ് യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ. നമ്മുടെ സ്കിന്നിന് പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിൽ, സ്കിന്നിന് എപ്പോഴും നമുക്ക് ഏജിങ് തോന്നുന്നു, റിങ്കിൾസ് വരുന്നു, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ റിവ്യൂ ചെയ്താൽ മാത്രം മതി. അവിടെയാണ് ഐപ്പൽസ് നമ്മളൊരു വെറും ഒരു 60 ml നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഒരു മിറാക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു അമിത വാഗ്ദാനങ്ങളല്ല. നിങ്ങൾക്ക് ഇന്ന രോഗമുണ്ടെങ്കിൽ ഇത് മാറുമെന്ന് പറയാൻ ഞാൻ ആരല്ല, ഞാൻ ദൈവമല്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ കോശങ്ങളിലെ ഡാമേജ് മൂലം ഉണ്ടാവുന്ന എന്ത് പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണുന്നതാവട്ടെ, അതിനെ ഓവർകം ചെയ്യാൻ ഈ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നതാണ് ഈ പ്രൊഡക്റ്റിന്റെ വാഗ്ദാനം. അതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 120 ഡേയ്സ് എങ്കിലും ഐപ്പൾസിനെ നമ്മുടെ ഒരു സഹയാത്രികയായിട്ട് നമുക്ക് കൂടെ കൂട്ടാൻ പറ്റണം. അങ്ങനെ 120 ഡേയ്സ് നമ്മളിത് കഴിക്കുമ്പോൾ, എന്തുകൊണ്ട് 120 ഡേയ്സ് അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിലെ മൃതകോശങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ട് പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിന്റെ സൈക്കിൾ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. പഴയത് പോയി പുതിയത് വരുന്ന. അപ്പോൾ ആ ഒരു 120 ഡേയ്സ് ഐപ്പൾസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ പുതിയതായിട്ട് വരുന്ന കോശങ്ങൾ എന്തായിരിക്കും, ഹെൽത്തി ആയിട്ടുള്ളത് വരാനും സ്വാഭാവികമായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ട് മാറാനും അതുകൊണ്ട് സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഐപ്പൾസ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പലതായിരിക്കും പറയാനുണ്ടാവുക. ചിലർ പറയും എൻ്റെ തൈറോയിഡ് എനിക്ക് നോർമലായി, ചിലർ പറയും എനിക്ക് ശക്തമായ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അത് നോർമലായി, ചിലർ പറയും എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അതെനിക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ആളുകളിൽ നിന്ന് പേഴ്സൺ ടു പേഴ്സൺ എന്തുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമാവുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ട് നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മൾ നമ്മൾ പുലർത്തി വരുന്ന നമ്മുടെ ജീവിത ശൈലി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. എന്തായിരുന്നാലും ഐപ്പൾസ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മനുഷ്യ സമുദായത്തിന് കിട്ടിയിട്ടില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ്.
ഇത് നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ മാറ്റം എന്താണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയാണ് ഐപ്പൽസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക, നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്ക് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, ഷുഗർ ഉള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കുക. ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും ഷുഗർ ഉള്ള ആളുകളിൽ ഒരു പക്ഷേ ഷുഗർ ഷൂട്ടപ്പ് ആവാൻ കാരണമായേക്കാം. സേഫാണ് ഐപ്പൽസ്. അപ്പോൾ ഷുഗർ കൺട്രോൾഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് ചോദിച്ച് മാത്രം കൺസൾട്ട് ചെയ്ത് മാത്രം കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. കുട്ടികൾക്കാണെങ്കിലും 10 വയസ്സിന് താഴെയാണെങ്കിൽ കുറച്ച് ml മതിയാവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെയ്യുക. അപ്പം നമ്മളും നമ്മുടെ കുടുംബവും ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളത്, ഇനി ബുദ്ധിമുട്ടല്ല, നമുക്ക്